ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുൻപിൽ പ്രിയജനമേ. സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം. അണയാം അനുദപിക്കാം അനുരഞ്ജിതരായി ബലിയേകാം. സ്നേഹം പങ്കിടാം എന്നീ കാസയിൽ സകലം ചേർത്തിടാം ഈ പീലാസയിൽ. പെസഹ നാളിൽ കർത്താവേകി ദിവ്യവിരുന്നിൽ സ്മരണയിതാ ഒരുമയോടർപ്പിച്ചിടാം ഈ അൾത്താരയിൽ. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുൻപിൽ പ്രിയജനമേ. സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം. അണയാം അനുദപിക്കാം അനുരഞ്ജിതരായി ബലിയേകാം. ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുൻപിൽ പ്രിയജനമേ. ഇത്രയും സ്നേഹമുള്ളവരെ, ദിവ്യബലിക്കായിട്ട് നാം കടന്നു വരുമ്പോൾ നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ ബലിവേദിയിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോട് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ള ഓരോ വ്യക്തികളെയും നമുക്ക് ഈ ബലിവേദിയിലേക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ ഈ വ്യക്തിപരമായ നിയോഗങ്ങൾ ഈ ബലിവേദിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വളരെ ഭക്തിപൂർവ്വം ഈ ബലി നമുക്കർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സഹോദരന്റെ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങളെ കുറിച്ച് ഓർത്ത് മനസ്തപിച്ച് പൂർണ്ണമായ അനുതാപത്തോടുകൂടെ നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയിലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു.
ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു. ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹമഹിമൈക്കിതാ നന്ദി ചൊല്ലും ഇവർ താഴ്മയാ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവ്വീക ശക്തനാം ദൈവമേ നാഥനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസ്വനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നിർവലം പാകത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ. കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ. അങ്ങു മാത്രം പരിപാവനൻ. അങ്ങു താനേകന നാഥനും. അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് വഴിയാണല്ലോ പരിത്രാണം വരുന്നതും ഞങ്ങൾക്ക് രക്തമെടുപ്പ് ലഭിക്കുന്നതും. അങ്ങേ പ്രിയമക്കളെ ദയാപൂർവം കടാക്ഷിക്കണമേ. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യവും നിത്യമായ അവകാശവും ലഭിക്കുമാറാകട്ടെ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നത് ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ പുത്രനെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. ഒന്നാം വായന നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. മോശ ജനങ്ങളോട് പറഞ്ഞു, ഇസ്രായേലേ, നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിനും ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവിൻ. ഞാൻ നൽകുന്ന കൽപ്പനയോട് ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയുകയോ അരുത്. ഞാൻ നിങ്ങളെ അറിയിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവിൻ. അവയനുസരിച്ച് പ്രവർത്തിക്കുവിൻ. എന്തെന്നാൽ അത് മറ്റു ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകികളുമാക്കും. അവർ ഈ കൽപ്പനകളെപ്പറ്റി കേൾക്കുമ്പോൾ മഹത്തായ ഈ ജനത ജ്ഞാനവും വിവേകവും ഉള്ളവർ തന്നെ എന്ന് പറയും. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന നിയമസംഹിതകളിലേക്ക് വന്ന പോലെ നീതിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റേത് ശ്രേഷ്ഠ ജനതയ്ക്കാണുള്ളത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ, പരദൂഷണം പറയുകയോ സ്നേഹത്തിന് ദ്രോഹിക്കുകയോ
അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ. കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? ദുഷ്ടനെ പരിഹാസനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ. കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? കടത്തിന് പലിശ ഈടാക്കുകയോ നിർദ്ദേശത്തിനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ. ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും. കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? രണ്ടാം വായന. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നിന്ന്. എൻ്റെ വത്സല സഹോദരരെ, ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. തൻ്റെ സൃഷ്ടികളിൽ ആദ്യഫലമാകേണ്ടതിന് സത്യത്തിൻ്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തിരുമനസ്സായി. നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനം വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. നിങ്ങൾ വചനം മാത്രം കേൾക്കുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമായിരിക്കുവിൻ. പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്: അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക. ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കുക. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. തൻ്റെ സൃഷ്ടികളിൽ ആദ്യഫലമാകേണ്ടതിന് സത്യത്തിൻ്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തിരുമനസ്സായി. ഹല്ലേലൂയ. സുവിശേഷമവനിലരുളാ അഭിഷേകം ചെയ്തന്നെ പരിപാവനാത്മനിറവാ പരിപൂരിതരായി മന്നിൽ ഹൃദയം തകരുന്നവരിൽ പകരും പരമാശ്വാസം. തടവിൽ കഴിയുന്നവരെ വിടുവിച്ചരുളും മുക്തി. സുവിശേഷമവനിലരുളാ അഭിഷേകം ചെയ്തന്നെ പരിപാവനാത്മനിറവാ പരിപൂരിതരായി മന്നിൽ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവെ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഫരിസേയരും ജെറുസലേമിൽ നിന്ന് വന്ന ചില നീപഞ്ചരും യേശുവിന് ചുറ്റും കൂടി. അവന്റെ ശിഷ്യന്മാരിൽ ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പൂർവികരുടെ പാരമ്പര്യം അനുസരിച്ച് ഫരിസേയരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. പൊതുസ്ഥലത്ത് നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല. കോപ്പുകളുടെയും കരങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു. ഫരിസേയരും നിയമജ്ഞരും അവനോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷിക്കുന്നത് എന്ത്? അവൻ പറഞ്ഞു, കപടനാട്ടിക്കാരായ നിങ്ങളെക്കുറിച്ച് യേശയ്യാ ശരിയായി തന്നെ പ്രവചിച്ചു. അവൻ എഴുതിയിരിക്കുന്നു, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു, മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ച് അവൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എന്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല. എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ എത്രയും സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടത്തിലെ 23ാമത്തെ ഞായറാഴ്ചയിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്.
ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന വചനഭാഗം മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 8 വരെയും 14-15 വാക്യങ്ങളും 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളുമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ വായിച്ചു കേട്ട വചനഭാഗങ്ങളിലെല്ലാം കാണുന്നത് യേശുനാഥൻ നിയമജരെ വളരെ രൂക്ഷമായി വിമർശിക്കുന്നതാണ്. ഇന്ന് ഇവിടെയും അതുതന്നെയാണ് സംഭവം നടക്കുന്നത്. ഈ ദൈവജർക്കും ഫരിസേയർക്കും യേശുനാഥന്റെ ശിഷ്യന്മാർ ചെയ്യുന്ന ചില പ്രവൃത്തികൾ കണ്ടപ്പോൾ യേശുവിനോട് വളരെ നീരസം തോന്നുകയാണ്. അതുകൊണ്ടാണ് അവര് ചോദിക്കുന്നത്, യേശുനാഥനോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് നിന്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷിക്കുന്നത്? യഹൂദരെയും ഫരിസേയരെയും സംബന്ധിച്ച് അവരുടെ പാരമ്പര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വന്നവരാണ്. പാരമ്പര്യങ്ങളാണ് അവരുടെ മുറുകെ പിടിച്ചിരുന്നത്. പലപ്പോഴും അവർ പാരമ്പര്യങ്ങൾക്ക് ദൈവ നിയമങ്ങളെക്കാൾ കൂടുതൽ വില കൽപ്പിച്ചിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് യേശുനാഥനോട് അവർ ഇത് ചോദിക്കുമ്പോൾ ഈശോ വളരെ രൂക്ഷമായി തന്നെ അവരോട് പ്രതികരിക്കുന്നത്. കാരണം അവർ ബാഹ്യമായ ഒരു ആചാരങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ മുമ്പും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, യേശുനാഥൻ അവരെ രൂക്ഷമായിട്ട് വിമർശിക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ പുറമോടി കാണിക്കുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ എല്ലാ നിയമങ്ങളും പാലിക്കുന്നവരായിട്ട് കാണിക്കുന്നു, പക്ഷേ നിങ്ങളുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകലെയാണ്. ഇന്ന് ഈ ഫരിസേയരെ വിമർശിക്കുവാൻ യേശുനാഥൻ വചനത്തിലൂടെ തന്നെയാണ് ശ്രമിക്കുന്നത്. യേശയ്യാ പ്രവചനത്തില് 29-ാം അധ്യായം 13-ാം തിരുവചനം ഉപയോഗിച്ചുകൊണ്ടാണ് യേശുനാഥൻ അവരോട് പറയുന്നത്. അവൻ വളരെ കൃത്യമായിട്ട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു, മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. വളരെ കൃത്യമായി യേശുനാഥൻ അവരെ വിമർശിക്കുകയാണ്. കാരണം ദൈവകൽപ്പനകളെക്കാൾ കൂടുതലായി അവർ തന്നെ അവരുടെ സൗകര്യം അനുസരിച്ച് ഒത്തിരിയേറെ കൽപ്പനകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പലപ്പോഴും എന്തിനു വേണ്ടിയാണ് ഈ കൽപ്പനകൾ സൃഷ്ടിച്ചത് എന്ന് പോലും മനസ്സിലാക്കാതെ ജനങ്ങളുടെ മേൽ അനേകം നിയമങ്ങൾ എഴുതി ചേർക്കുമ്പോൾ അത് വലിയൊരു ഭാരമായിട്ട് തീരുകയും ജനങ്ങൾക്ക് ദൈവത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കാതെ പോവുകയും ചെയ്യുന്നു. അതാണ് ഈ ദൈവജന ഫരിസേയരും കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനെയാണ് യേശുനാഥൻ വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുക. നമ്മളെല്ലാവരും കേട്ട് പരിചയമുള്ള ഒരു കഥയാണ്. ഒരു സന്യാസി തൻ്റെ യാഗം തുടങ്ങുന്നതിന് മുമ്പ് എപ്പോഴും ഒരു പൂച്ചയെ കെട്ടിയിടുന്ന കഥ. പലപ്പോഴും നമ്മളത് പ്രസംഗങ്ങളിലെല്ലാം പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ആ കഥ ഇപ്രകാരമാണ്: ഈ സന്യാസി എപ്പോൾ പൂജ നടത്തിയാലും അതിനു മുമ്പ് ഒരു പൂച്ചയെ പിടിച്ച് കെട്ടിയിടാറുണ്ടായിരുന്നു. ഈ സന്യാസിയുടെ ശിഷ്യന്മാർ എപ്പോഴും ഇത് നോട്ട് ചെയ്യാറുണ്ടായിരുന്നു. അവർ എന്തുകൊണ്ടാണ് ഈ പൂച്ചയെ കെട്ടിയിടുന്നത് എന്ന് ഒരിക്കലും അന്വേഷിച്ചിട്ടില്ല. അങ്ങനെ ഈ സന്യാസി മരിച്ചതിന് ശേഷവും ഈ ശിഷ്യന്മാർ പൂജ തുടർന്നു. പൂജ തുടങ്ങുന്നതിന് മുമ്പ് അവർ എവിടെ നിന്നെങ്കിലും ഒരു പൂച്ചയെ കണ്ടെത്തി അതിനെ കെട്ടിയിടുക പതിവായിരുന്നു. പിന്നീട് ഈ പൂച്ച ചത്തുപോയാൽ തന്നെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, അവര് പിന്നെ എന്ത് പൂജ നടത്തിയാലും അവർക്ക് അതിലൊരു സംതൃപ്തി കിട്ടില്ല. കാരണം ഒരു പൂച്ചയെ കെട്ടിയിടാതെ ഈ പൂജയൊന്നും ഒരു പൂർത്തീകരണവും നടക്കുകയില്ല എന്നായിരിക്കും അവർ ചിന്തിക്കുക. പക്ഷേ ഈ സന്യാസി എന്തുകൊണ്ടായിരുന്നു ഈ പൂച്ചയെ കെട്ടിയിട്ടിരുന്നത്? കാരണം അദ്ദേഹം പൂജ ചെയ്യുമ്പോൾ ഈ പൂച്ച അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയെ ബാധിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ പൂച്ചയെ പിടിച്ച് കെട്ടിയിടുക പതിവായത്. അങ്ങനെ അതിന്റെ യഥാർത്ഥ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കാതെ പോയത് കൊണ്ടാണ് ശിഷ്യന്മാരും ചിന്തിച്ചത് പൂജയ്ക്ക് വളരെ നിർബന്ധമായ ഒരു കാര്യമായിരുന്നു അതിനു മുമ്പ് ഒരു പൂച്ചയെ പിടിച്ച് കെട്ടിയിടുക എന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത് അത് തന്നെയാണ്. നമുക്കറിയാം, ഇന്ന് കൊറോണ വൈറസ് മൂലം നമ്മൾ എല്ലാവരും ക്ലേശം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള നിയമങ്ങൾ ഇവിടെ വരുമ്പോൾ നമ്മളെല്ലാവരോടും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മളെല്ലാവരും കൃത്യമായിട്ട് മാസ്ക് ധരിക്കുക എന്നുള്ളത്. മാസ്ക് ധരിക്കുന്ന വ്യക്തികൾ എപ്രകാരമാണ് മാസ്ക് ധരിക്കുന്നത്? എന്ത് പർപ്പസ് കൊണ്ടാണ് ഈ മാസ്ക് ധരിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്? നമ്മൾ പലരും മാസ്ക് ധരിക്കുന്നുണ്ട്, പക്ഷേ അത് പലപ്പോഴും നമ്മുടെ താടിയിലായിരിക്കും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരിലും അത് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. മാസ്ക് ധരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അത് നമ്മൾ ചെവിയും വായും കൃത്യമായിട്ട് മൂടിയാൽ മാത്രമാണ് ആ മാസ്ക് ധരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുള്ളൂ. അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ മാസ്ക് ധരിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി താടിയിൽ മാസ്ക് ഇട്ടാൽ അതിന്റെ ഫലം നമുക്ക് ലഭിക്കുന്നില്ല. ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അതിൻ്റെതായ കൃത്യമായ നിയമങ്ങളുണ്ട്, അതിൻ്റെതായ പർപ്പസുകളുണ്ട്. ആ പർപ്പസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ്
നമുക്കതിൻ്റെ ഉപകാരം ലഭിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ വെറുതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞാൻ മാസ്ക് ധരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പോലീസുകാർ കാണുമ്പോൾ അതുവരെ മാസ്ക് താത്തിയിട്ടിരുന്നവർ ആ ഉടനെ എടുത്ത് ഒന്ന് മാസ്ക് മുകളിലേക്ക് വയ്ക്കും. അതുവരെ നമ്മൾ കൂട്ടം കൂടി സംസാരിക്കുന്നതിന് ഒരു തടസ്സവുമില്ല, നമ്മൾ തോന്നിയ പോലെ എല്ലാം സംസാരിച്ച് മുന്നോട്ട് പോകും. പക്ഷേ ഒരു പോലീസുകാരനെ കാണുമ്പോഴാണോ നമ്മൾ മാസ്ക് യഥാർത്ഥ രീതിയിൽ ശരിയായ രീതിയിൽ ധരിക്കേണ്ടത്? നമ്മളോട് മാസ്ക് ധരിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ നമ്മുടെ ഉമിനീരിലൂടെ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അത് കൊറോണ വൈറസ് പകരുന്നതിന് കാരണമായി തീരാം. അതുകൊണ്ടാണ് സമ്പർക്കത്തിലൂടെ ഈ കൊറോണ വൈറസ് പകരുന്നു. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് കൃത്യമായിട്ട് മാസ്ക് ധരിക്കുക, അല്ലെങ്കിൽ പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോൾ സാനിറ്റൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് കൈകൾ നന്നായിട്ട് കഴുകുക. ഇതെല്ലാം നമ്മളോട് പറഞ്ഞു തരുന്നത് ഉദ്ദേശം ഇതാണ്: നമ്മളിലൂടെ മറ്റൊരു വ്യക്തിക്ക് ഈ രോഗം പകരാൻ പാടില്ല. പലപ്പോഴും ഇതിൻ്റെ യഥാർത്ഥ പർപ്പസ് മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മറ്റുള്ളവർ വരുമ്പോൾ, പ്രത്യേകിച്ച് അധികാരികൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എല്ലാം പാലിക്കുന്നവരായിട്ട് നിൽക്കും. അല്ലാത്ത സമയം നമുക്ക് ഈ മാസ്ക് ധരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആരോട് വേണേലും എത്ര നേരം വേണേലും അടുത്ത് നിന്ന് സംസാരിക്കും. അതിലൂടെ എന്നിൽ ഒരു വൈറസ് വന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റു വ്യക്തിക്ക് പകരുമെന്ന് ചിന്തിക്കാൻ പോലും നമ്മൾ തയ്യാറാകാതെ നമ്മൾ ഇതെല്ലാം ചെയ്തു കൂട്ടും. ഓർക്കുക, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൊറോണ വൈറസ് ഉള്ളത് കേരളത്തിലാണ്. മുമ്പ് നമ്മൾ ഒത്തിരിയേറെ അഹങ്കരിച്ചു, നമുക്ക് ഇതെല്ലാം നിയന്ത്രിക്കാൻ സാധിച്ചു എന്ന പേരിൽ ഒത്തിരിയേറെ അഭിനന്ദനങ്ങൾ ലോകം മുഴുവൻ നിന്നും നമുക്ക് ലഭിച്ചു. പക്ഷേ അതിനുശേഷം ഒത്തിരി വിദ്യാഭ്യാസമുള്ളവരെന്ന് നമ്മൾ ഒത്തിരിയേറെ അഹങ്കരിക്കുന്ന നമ്മൾ ആ വിദ്യാഭ്യാസത്തിൻ്റെ അറിവൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് മൊത്തം പകരുന്ന വിധത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അത് നമ്മൾ കാണിക്കുന്ന ഇതാണ് നമ്മൾ എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്ന് മനസ്സിലാക്കാതെ നമ്മൾ ഇതെല്ലാം മാറ്റിവെക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ രോഗം പകരുന്നത്. ഓർക്കുക, ഈ ഫരിസേയരുടെ സമയത്തും യഹൂദരുടെ സമയത്തും എല്ലാം ഇതേപോലെ ഓരോ നിയമങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെല്ലാം കൃത്യമായ പർപ്പസ് ഉണ്ടായിരുന്നു. ആ പർപ്പസ് അനുസരിച്ചാണ് ഓരോ നിയമങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അവരുടെ ജീവിത സാഹചര്യത്തിൽ ഈ നിയമങ്ങളെല്ലാം പാലിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ദൈവത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ നിയമങ്ങൾ കൊടുത്തു. പക്ഷേ അത് പാലിക്കാതെ വന്നപ്പോൾ എന്തായി? ആ നിയമങ്ങളുടെ കൂടെ വീണ്ടും അടുത്ത നിയമം അവർ കൂട്ടിച്ചേർക്കുകയാണ്. ഇന്ന നിയമം നീ പാലിച്ചില്ലെങ്കിൽ നിനക്ക് ഇത് പാലിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു നിയമം കൂടി അതിൻ്റെ കൂടെയായി, പിന്നെ വീണ്ടുമായി. അങ്ങനെയാണ് നമ്മളിപ്പോഴും സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ്. നമ്മൾ സാമൂഹിക അകലം പാലിക്കണം, മറ്റു തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ പാലിക്കണം എന്ന് പറഞ്ഞിട്ടും അത് പാലിക്കാതെ വരുന്നത് കൊണ്ടാണ് ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആയിട്ടും അല്ലാതെ മറ്റ് ലോക്ക്ഡൗണ്, കണ്ടെയ്ൻമെൻറ്റ് സോണായി, അങ്ങനെ പല രീതിയിലുള്ള നിയന്ത്രണങ്ങൾ സർക്കാർ കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ്? നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പാലിക്കാതെ വരുന്നത് കൊണ്ടാണ്. നമ്മൾ കൃത്യമായിട്ട് അകലം പാലിച്ച് ആ തുടക്കം തന്നെ ഇതുപോലെ സാനിറ്റൈസ് ചെയ്ത് ആ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിച്ച് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ നിയന്ത്രണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരില്ലായിരുന്നു. പക്ഷേ അതൊന്നും നമ്മൾ പാലിക്കാതെ അവസാനം നമുക്കൊന്ന് പുറത്തേക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥ. കുടുംബത്തിലെ ഏറ്റവും വലിയൊരു ആഘോഷം എന്ന് പറയുന്നത് ആ കുടുംബത്തിലൊരു വിവാഹം നടക്കുമ്പോഴാണ്. അതിൽ പോലും 20-ഓ 30-ഓ പേർക്ക് പങ്കെടുക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക്, അങ്ങനെ നമ്മുടെ ആഘോഷങ്ങളെല്ലാം വെട്ടിച്ചുരുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ പ്രധാന കാരണമായി തീർന്നത് എന്താണ്? നമ്മൾ ഇതെല്ലാം വെറുതെയാണ്, എൻ്റെ ജീവിതത്തിന് ഇതുകൊണ്ടൊന്നും ഒരു ആവശ്യവുമില്ല എന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, യേശുനാഥനും നമ്മളോട് പറയുന്ന ഇതാണ്: നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം എന്തെല്ലാം നിയമങ്ങൾ തന്നിട്ടുണ്ടോ അത് കൃത്യമായിട്ട് പാലിക്കുന്നവരായിട്ട് മാറുക. അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അതരം കൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാനാണ് യേശുനാഥൻ ആവശ്യപ്പെടുക. നിങ്ങളുടെ ഹൃദയങ്ങൾ അകലെയാണെങ്കിൽ നിങ്ങൾ എത്ര തന്നെ പള്ളിയിൽ പോയാലും എത്ര നേർച്ചകൾ നേർന്നാലും മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തെ ബഹുമാനിക്കുന്നവനായി ആരാധിക്കുന്നവനായി മാറിയാലും നിങ്ങൾക്ക് രക്ഷ ലഭിക്കുകയില്ല. അതേസമയം ഹൃദയം കൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് നിങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ദൈവത്തിൻ്റെ കൃപ അനുദിനം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. അവൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും. നമുക്ക് പകർന്നു ലഭിച്ച യേശുവിനെ മറ്റവർക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതാക്കി മാറ്റുവാൻ ശ്രമിക്കുക. ഫരിസേയരും മറ്റ് നിയമജനമെല്ലാം ചെയ്തത് അവരെ കൈ കഴുകിക്കൊണ്ട് അവർക്ക് ശുദ്ധിയാകും. നമ്മുടെ
നമ്മൾ പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ നമ്മളും ചെയ്യാറുള്ള കാര്യമാണ്. നമ്മുടെ കാലിൽ ചെളിയുണ്ടെങ്കിൽ നമ്മളും കഴുകി വൃത്തിയാക്കും. അത് നിമിഷ നേരം കൊണ്ട് നമുക്ക് വൃത്തിയാക്കാവുന്ന കാര്യമുള്ളൂ. അതേസമയം നമ്മുടെ ആത്മാവിൽ അശുദ്ധി നിറച്ചു വെച്ചു കഴിഞ്ഞാൽ അത് എത്ര കഴുകിയാലും മാറിപ്പോകുകയില്ല. അത് നമ്മൾ തന്നെ ഒത്തിരി പ്രയത്നിക്കേണ്ട ഒരു ഭാഗമാണ്. എൻ്റെ ഹൃദയത്തിൽ ഒരു വ്യക്തിയോട് എനിക്ക് വെറുപ്പുണ്ടെങ്കിൽ അത് മാറ്റാൻ നമ്മൾ എല്ലാവരും പരിശ്രമിക്കണം. എത്രമാത്രം പരിശ്രമിച്ചാലാണ് നമുക്കൊരു ആളോട് വെറുപ്പ് മാറ്റുവാൻ സാധിക്കുക? പല രീതിയിൽ ആ വ്യക്തി എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. അവനോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുണ്ട്. നമുക്ക് പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ അവൻ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ എന്നോട് പെരുമാറിയത്, എന്തൊക്കെ രീതിയിലാണ് അവൻ എന്നെ വേദനിപ്പിച്ചിട്ടുള്ളത്, അതിന് പുറകിലുള്ള കാരണങ്ങൾ എന്താണ്, ഞാനും എന്തെങ്കിലും തിരിച്ചങ്ങോട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എൻ്റെ പെരുമാറ്റം ഏതെങ്കിലും വിധത്തിൽ അവനെ വേദനിപ്പിച്ചതിൻ്റെ നിമിത്തമാണോ, അല്ലെങ്കിൽ പണ്ട് കിടന്ന ഒരു വേദനയുടെ നിമിത്തമാണോ എന്നോട് ഈ രീതിയിലെല്ലാം അവൻ പെരുമാറുന്നത്. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ആ വ്യക്തിയോട് പൂർണ്ണമായിട്ട് ക്ഷമിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് സഹോദര അല്ലെങ്കിൽ സഹോദരി ഞാൻ അന്ന് ചെയ്തത് തെറ്റാണ് എന്ന് ഏറ്റുപറയുമ്പോൾ നമുക്ക് തീർച്ചയായും കാണാൻ സാധിക്കും അവർ വീണ്ടും ഒരുമിക്കുന്നത്, വളരെ സ്നേഹത്തോടെ വീണ്ടും മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒന്നാണ്. കാരണം ഹൃദയത്തിൻ്റെ ആ ഒരുക്കമുണ്ട്. നമുക്ക് ഒരു വ്യക്തിയോട് ക്ഷമിക്കുവാൻ വേണ്ടി നമ്മൾ ഹൃദയം എടുക്കുന്ന ഒരു സമയമുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ആഴമേറിയ ഒരു മുറിവ് കിടക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് മാറ്റുവാൻ സാധിക്കുകയില്ല. നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. നമ്മൾ ഒരുപക്ഷെ ആ വ്യക്തിയുടെ മുമ്പിൽ ചിരിച്ചും അല്ലാതെ നല്ല രീതിയിൽ പെരുമാറുമായിരിക്കും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആ തേങ്ങൽ കിടക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അകമയിൽ നിന്ന് നമുക്കൊരിക്കലും ആ വ്യക്തിയെ സ്നേഹിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം വിശദീകരിക്കേണ്ടത് നമ്മുടെ ഹൃദയങ്ങളാണ്. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അതിരം സംസാരിക്കുന്നത് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ നമ്മുടെ ഹൃദയം വിശുദ്ധി നിറഞ്ഞത് ഒന്നാണെങ്കിൽ തീർച്ചയായും നമ്മുടെ അതരങ്ങളിലൂടെ കടന്നു വരുന്നതും വിശുദ്ധി നിറഞ്ഞ കാര്യങ്ങളായിരിക്കും. ആ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിനായിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ഇന്ന് ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിർമ്മലമാക്കി മാറ്റണമേ. അങ്ങയെ സ്നേഹിക്കുന്നവരായിട്ട്, അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് മാറ്റണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഹൃദയ വിശുദ്ധിയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ഹൃദയ വിശുദ്ധിയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുക. സർവശക്തനായ പിതാവും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിലും അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം ദിവസം ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തനായ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിതത്തെയും മനുഷ്യരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. കത്തോലിക്കാ സഭയിലും പുണ്യമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കാഴ്ച സമർപ്പണത്തിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകമായി ആഗോള കത്തോലിക്കാ സഭയെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലും സഭയെ ധീരമായി നയിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും മറ്റു കർദിനാൾമാർക്ക് വേണ്ടിയും മെത്രാന്മാർക്ക് വേണ്ടിയും വൈദ്യർക്ക് വേണ്ടിയും സന്യസ്തർക്ക് വേണ്ടിയും അൽമായ പ്രേക്ഷിതർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് എന്താണോ ഈ വ്യക്തികളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ അങ്ങയുടെ സഭയെ മുന്നോട്ട് നയിക്കുവാനും എല്ലാവരെയും അങ്ങയിലേക്ക് ആകർഷിക്കുവാനും വേണ്ട കൃപ ഈ വ്യക്തികൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, കുടുംബങ്ങളിൽ അങ്ങേക്കെതിരായി പ്രവർത്തിക്കുന്ന രീതിയിൽ സംസാരങ്ങൾ ഉണ്ടാകാറുണ്ട്, ചിന്തകൾ ഉണ്ടാകാറുണ്ട്, പ്രവർത്തികൾ ഉണ്ടാകാറുണ്ട്. കർത്താവേ, ഇതെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനും നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുവാനും ഹൃദയ വിശുദ്ധിയിലേക്ക് പൂർണ്ണമായും കടന്നു വരുവാനും ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം കഴിഞ്ഞിട്ടും നല്ലൊരു വിവാഹം കഴിക്കാൻ സാധിക്കാതെ വിഷമിക്കുന്ന ഓരോ യുവതി യുവാക്കന്മാരെയും അങ്ങയുടെ കരങ്ങളിലേക്ക്
ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവർക്ക് വേണ്ടി അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്ന ജീവിത പങ്കാളി എത്രയും വേഗം കണ്ടെത്തുവാനും നല്ലൊരു കുടുംബജീവിതം നയിക്കുവാനും വേണ്ട കൃപ അവർക്ക് ഓരോരുത്തർക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ വിഷമിക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അവരാഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു ജോലി നൽകി എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥയിൽ കഴിയുന്ന ഓരോ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, സുവിശേഷത്തിലുടനീളം ഞങ്ങൾ കാണുന്നതാണ് ഒത്തിരിയേറെ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരികയും അവരെ കൈപിടിച്ച് ഉയർത്തുകയും ചെയ്തതുപോലെ ഈ രോഗാവസ്ഥയിൽ കഴിയുന്ന ഓരോ മക്കളുടെ അടുത്തേക്കും അങ്ങ് കടന്നു വരികയും അങ്ങയുടെ അത്ഭുതകരമായ കരം നീട്ടി, സൗഖ്യദായകമായ കരം നീട്ടി അവരെ ഓരോരുത്തരെയും തൊടുകയും അവർക്ക് പൂർണ്ണമായ സൗഖ്യം നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദമ്പതിമാരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, പരസ്പര ധാരണയിലും ഐക്യത്തിലുമായിരിക്കുവാനും അങ്ങേ പ്രതി സ്നേഹത്തിൽ പടുത്തുയർത്തിയ ഒരു കുടുംബജീവിതം നയിക്കുവാനും അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ നമ്മുടെ ഓരോ ആവശ്യങ്ങൾ ഈ നിമിഷം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈശോയുടെ ശരീരവും രക്തവുമായി തീരാൻ പോകുന്ന ഈ അപ്പവും വീഞ്ഞിനോടുമൊപ്പം നമ്മുടെ ഓരോരുത്തരെയും വ്യക്തിപരമായ നിയോഗങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ അവയെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ അവിടുന്ന് നടത്തിത്തരുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമുക്ക് കാഴ്ച സമർപ്പഗീതം ആലപിക്കാം. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. നിൻ തിരുസന്നിധിയിൽ ആദരവോടണയ്ക്കും യാചന സ്വീകരിക്കൂ തൃപാദം, യാചന സ്വീകരിക്കൂ. നിൻ തിരുഭവനത്തിൽ സാക്ഷികളായിടാൻ നിൻ തിരുസന്നിധി ചേർന്നിടുവാൻ സത്യസ്വരൂപ നൽവരം നൽകൂ. ഞങ്ങളെ എന്നും അനുഗ്രഹിക്കൂ. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. നിൻ തിരുസന്നിധിയിൽ ആദരവോടണയ്ക്കും യാചന സ്വീകരിക്കൂ തൃപാദം, യാചന സ്വീകരിക്കൂ. സഹോദരന്റെയും നിങ്ങളുടെയും പേരിൽ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമം സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടെ തിരുസഭയുടെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ ദിവ്യാർപ്പണം ഞങ്ങൾക്ക് ഇപ്പോഴും രക്ഷയുടെ അനുഗ്രഹം പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ ദിവ്യരഹസ്യത്താൽ അനുഷ്ഠിക്കുന്നത് ശക്തിയാൽ നിറവേറുമാറാകട്ടെ. എൻ്റെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതോചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തൻ നിത്യനുമായ ദൈവമേ, എൻ്റെ കർത്താവായ ക്രിസ്തു വഴി എങ്കിലും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്നാൽ അവിടുന്ന് തന്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു, സകലത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു. മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി പിതാവായ അങ്ങേ പക്കലേക്ക് ആരോഹണം ചെയ്തു. ഈശനു സദതം ഹോശാന ഹോശാന ഹോശാന. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം മുഴങ്ങും
പരമഹിലവും മഹിലേശ്വര മഹിമയാൽ നിറയുന്നു നിരുപമമേ. ഓശാന ഓശാന ദാവീദാത്മജ ഓശാന 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 ദാവീദാത്മജ ഓശാന. കർത്താവേ, സർവീസിന്റെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകെ അങ്ങേ ആത്മാവാൽ മഞ്ഞകടം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവർ നൂറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യമാക്കി കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുമേൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹനാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ പൗരുഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദികഗണത്തോടുമൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയുടെ നിന്നുകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ വൈസകനികാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ വായ്പടി ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിസ്തരോടുമൊത്ത് നിത്യജീവനെ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ആലപിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങളുടെ നാഥാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ളം പാരിലും വായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമിൽ ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കന്യയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളിച്ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കും ദൈവവും ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കും ദൈവവും ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കും ദൈവവും ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാന്റെ വിരുന്ന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവെ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. എൻ്റെ യേശുവേ, അങ്ങ് ദിവ്യഗോദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യഗോദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരയണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നിൻ കൃപ മാത്രം നന്ദിയോടെ സ്തുതി സ്തോത്രം. നാഥാ, നിൻ കൃപ മാത്രം നന്ദിയോടെ സ്തുതി സ്തോത്രം. നീ മാത്രമൻ തണലെന്നും മതി എന്നേശുവേ. നീ മാത്രമെൻ തണലെന്നും നീ മതി എന്നേശുവേ. നന്ദിയോടെ ഞാൻ വരുന്നു, നല്ലവനാമേശുവേ. നന്ദിയോടെ ഞാൻ വരുന്നു, നല്ലവനാമേശുവേ. നന്മയെല്ലാം ഓർത്തിടുന്നു, നന്മയെല്ലാം ഓർത്തിടുന്നു,
മാത്രം നന്ദിയോടെ സ്തുതി സ്തോത്രം. നീ മാത്രമൻ തണലെന്നും നീ മതി എൻ്റെ യേശുവേ. നീ മാത്രമൻ തണലെന്നും നീ മതി എൻ്റെ യേശുവേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ മേശയുടെ അപ്പത്താൽ പരിപോഷിതരായി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദരൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങൾ പ്രചോദിപ്പിക്കപ്പെടുമ്പോഴെല്ലാം സ്നേഹത്തിൻ്റെ ഈ ഭോജനം ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശ്രമയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. വ്യാകുല മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ ഫ്രാൻസിസ് സാനസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വീകരിക്കട്ടെ. മനോജ്ഞേ ദൈവമാതാവേ, പാപികൾക്കാശ്രയം നീ, ഞങ്ങൾക്കഭയം നീ, ഞങ്ങൾക്കഭയം നീ. പാപത്തിൻ ചുഴിയിൽ അലയുന്നു ഞങ്ങൾ, ആലംബമെന്നെ കേണിടുന്നു. പൊൻകരം നീട്ടി ശാന്തിതൻ നാട്ടി ആനയിക്കൂ ഞങ്ങളെ, ആനയിക്കൂ ഞങ്ങളെ. മേരി മനോജ്ഞേ ദൈവമാതാവേ, പാപികൾക്കാശ്രയം നീ, ഞങ്ങൾക്കഭയം നീ, ഞങ്ങൾക്കഭയം